ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ നിഫ്റ്റിയിൽ നമുക്കുണ്ടായിരുന്ന ട്രേഡ് പ്ലാനിന് പിന്നിലുള്ള ലോജിക്കാണ്. നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു എൻട്രിയിലോട്ടുള്ള ട്രേഡ് പ്ലാൻ ആയിരുന്നു നമുക്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. സോ ആ ലൊക്കേഷനിലോട്ട് നമ്മൾ എങ്ങനെ എത്തി, അവിടുന്ന് എങ്ങനെ ബുള്ളിഷ്നെസ് നമുക്ക് ആ ഒരു ബുള്ളിഷ്നെസ്സിലോട്ട് എങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. സോ ദിസ് ഈസ് മി ആദിൽ. വെൽക്കം ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് നോക്കുന്ന സമയത്ത് പ്രീവിയസ് ആയിട്ടുള്ള റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. പ്രീവിയസ് ആയിട്ടുള്ള ഡേൻ്റെ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും സൈഡ് വൈസ് ആയിട്ടുള്ള എൻട്രിയിലോട്ടാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. മാർക്കറ്റ് സൈഡ് വൈസിലോട്ട് പോകുന്നുള്ള എക്സ്പെക്റ്റേഷനിൽ സൈഡ് വൈസ് ആയിട്ടുള്ള എൻട്രീസിലോട്ട് അല്ലെങ്കിൽ സൈഡ് വൈസ് ആയിട്ടുള്ള ട്രേഡ് സെറ്റപ്പിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. സോ പ്രീവിയസ് ആയിട്ടുള്ള ഡേ ഹൈയും ഡേ ലോ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് പ്രീവിയസ് ആയിട്ടുള്ള ഇതായിരുന്നു ഇന്നത്തെ ദിവസം. സോ പ്രീവിയസ് ആയിട്ടുള്ള ഡേ ഹൈ എന്ന് പറയുന്നത് ഇതാണ്. പ്രീവിയസ് ആയിട്ടുള്ള ഡേ ലോ എന്ന് പറയുന്നത് ഈ ഒരു ലൊക്കേഷനാണ്. അതായത് മാർക്കറ്റ് ഇന്നലെ ഉണ്ടാക്കിയ ഹൈയും അതായത് ഇന്നലെ ഉണ്ടാക്കിയ ഏറ്റവും ലോ ആയിട്ടുള്ള പോയിന്റിനാണ് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഡേ ഹൈ എന്ന് പറയുന്നത്, പ്രീവിയസ് ആയിട്ടുള്ള ഡേ ലോ എന്ന് പറയുന്നത്. സോ ഈ ഒരു രണ്ട് ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യണം. ഈ ഒരു ലൊക്കേഷൻ്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് സൈഡ് വൈസ് ആയിട്ടുള്ള എൻട്രീസിലോട്ടാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലൊക്കേഷൻ നമുക്ക് വരുന്നത് വെർജിൻ സി പി ആർ ആണ്. നമ്മൾ ഈ വെർജിൻ സി പി ആറിന് ഈ ഒരു സി പി ആറിനാണ് വെർജിൻ സി പി ആർ എന്ന് പറയുന്നത്. ഈ ഒരു വെർജിൻ സി പി ആറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സോണായിട്ട് വരയ്ക്കാൻ പറ്റും. സോ എന്താണ് വെർജിൻ സി പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെർജിൻ സി പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്നലത്തെ പ്രൈസിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പ്രൈസ് എന്തിലോട്ട് എത്തിയിട്ടില്ല, വെർജിൻ സി പി ആറിലോട്ട് എത്തിയിട്ടില്ല. പ്രൈസ് വെർജിൻ സി പി ആറിൻ്റെ അബോ ആയിരുന്നു എന്നുണ്ടായിരുന്നത്. സോ ഈ ഒരു പ്രൈസ് വെർജിൻ സി പി ആറിലോട്ട് ടെസ്റ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരം സി പി ആറിന് പറയുന്ന പേരാണ് ആക്ച്വലി വെർജിൻ സി പി ആർ എന്ന് പറയുന്നത്. സോ ഈ ഒരു വെർജിൻ സി പി ആറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നത്തെ മാർക്കറ്റിൽ ഒരു സോണായിട്ട് വരച്ചിട്ട് അവിടുന്ന് റിവേഴ്സൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. സോ മാർക്കറ്റ് ഇൻ കേസ് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബുള്ളിഷ് ആയിട്ടുള്ള എൻട്രിയിലോട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നാണ്. അത്തരം ട്രേഡ് പ്ലാൻസുകൾ നമുക്ക് വെർജിൻ സി പി ആറിന് എടുക്കാൻ പറ്റും. സോ ഈ ഒരു 2-3 ലൊക്കേഷൻസ് ആയിരുന്നു ഇന്ന് മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കുണ്ടായിരുന്നത്. സോ ഇന്ന് ഈ ഒരു ലൊക്കേഷൻ നമ്മൾ പ്രീവിയസ് ആയിട്ട് ഡേ ഹൈ മാർക്ക് ചെയ്തു, പ്രീവിയസ് ആയിട്ട് ഡേ ലോ മാർക്ക് ചെയ്തു, വെർജിൻ സി പി ആർ മാർക്ക് ചെയ്തു. ഈ പ്രീവിയസ് ആയിട്ട് ഡേ ലോ എന്നാണ് ആക്ച്വലി ഇന്ന് മാർക്കറ്റ് ചെറിയ രീതിയിലുള്ള ഒരു റാലി, മുകളിലോട്ട് ഒരു റാലി തന്നത്. അതായത് അന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് വന്നത് ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഡേ ലോ എന്നാണ്. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്താണ് ഈ പ്രീവിയസ് ആയിട്ട് ഡേ ലോക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ കാരണം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ലൊക്കേഷനായിട്ട് ഇവിടെ പ്രീവിയസ് ഡേ ലോനെ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇന്നലെ ഓപ്പൺ ചെയ്തിട്ട് ഈ ലെവലിൽ എത്തിയിട്ട് ഇവിടെ നിന്നാണ് ആക്ച്വലി ഒരു ബുള്ളിഷ് ആയിട്ടുള്ള റാലി തന്നിട്ടുള്ളത്. അതായത് മാർക്കറ്റിന് ചെറിയൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബയേഴ്സിൻ്റെ ഒരു റിയാക്ഷൻ കാണുന്ന ഒരു ലെവലായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലും കൂടെയായിരുന്നു പ്രീവിയസ് ഡേ ലോ എന്ന് പറയുന്നത്. എല്ലാ പ്രീവിയസ് ഡേ ലോസും പ്രീവിയസ് ഡേ ഹൈസും ഇങ്ങനെ ആക്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഇത് പ്രീവിയസ് ആയിട്ട് ഡേ ഹൈ ആണ്. പക്ഷേ ഈ പ്രീവിയസ് ആയിട്ട് ഡേ ഹൈക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്രയും വലിയ ഒരു സപ്ലൈ ആക്ച്വലി നടന്നിട്ടില്ല, അല്ലെങ്കിൽ അത്രയും വലിയ സെല്ലേഴ്സിൻ്റെ റിയാക്ഷൻ നടന്നിട്ടില്ല. സോ ഇവിടെ കമ്പയർ ചെയ്യുമ്പം ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഡേ ലോക്ക്, അതായത് ഈ ഒരു ഡേ ലോക്ക് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ മാർക്കറ്റിൻ്റെ പാർട്ടിസിപ്പൻസിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കുന്ന സമയത്ത് ഈ ലെവൽസിൽ നിന്ന് എന്ത് വന്നിട്ടുണ്ട്, ഹയർ ആയിട്ടുള്ള ബയേഴ്സിൻ്റെ റിയാക്ഷൻ വന്നിട്ടുണ്ട്. സോ ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയുള്ള ഓൾറെഡി ഉള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി ഉള്ള ബയേഴ്സിൻ്റെ റിയാക്ഷൻ മാർക്കറ്റ് വീണ്ടും ഇവിടുന്ന് കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു റിയാക്ഷൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷനായിട്ട് മാറ്റി വെക്കാൻ പറ്റും. വേറെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ട് ഇത് ഒരു കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഹൈ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷനായിട്ട് മാറുന്നത്. വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡൈനാമിക് സോണും കൂടെ ഉണ്ട്. ഡൈനാമിക് സോണും കൂടെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഡൈനാമിക് സോൺ എന്നുള്ള റിയാക്ഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡൈനാമിക് സോണിൻ്റെ ഒരുപാട് എൻട്രീസ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ഈ ഒരു ഡൈനാമിക് സോൺ എങ്ങനെ പ്ലേസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ടും നമ്മൾ പി ഡൈനാമിക് സോൺ എന്ന് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡൈനാമിക് സോൺ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ ഡൈനാമിക് സോൺ പൊതുവേ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആയിട്ടാണ് പൊതുവേ നിഫ്റ്റിയിലൊക്കെ റിയാക്ട് ചെയ്യാറുള്ളത്. സോ ഈ ഒരു ഡൈനാമിക് സോണിൻ്റെ ലെവലും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. സോ രണ്ട് കോൺഫ്ലുവൻസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് രണ്ട് ലൊക്കേഷൻസിന് കോൺഫ്ലുവൻസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹൈ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തൊരു ഏരിയ ആയിട്ട് ഇത് ആക്ട് ചെയ്തിട്ടുണ്ട്. അതെന്ത് ഏരിയയാണ്, പ്രീവിയസ് ആയിട്ടുള്ള ഡേ ലോ ആണ്.
മാത്രമല്ല ഇവിടെ ഡൈനാമിക് സോണിൻ്റെ ഒരു ഏരിയ ആയിട്ടും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോൺഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു ട്രേഡ്, അല്ലെങ്കിൽ കോൺഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലെവൽ റിയാക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് ഒരു ട്രേഡ് എൻട്രിയിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് എത്തിയിട്ട് വീണ്ടും വീണ്ടും ബുള്ളിഷ്നെസ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് വരെ എത്തിയത്. സോ ഇവിടുന്ന് ഇനി എങ്ങനെ എൻട്രി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ ഇവിടുന്ന് എൻട്രി എടുക്കാം, ലൈക്ക് എങ്ങനെ ഇവിടുന്ന് ഈ ഒരു ലെവലിൽ നിന്ന് ബയേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ഇവിടെ ജസ്റ്റ് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ച് നമുക്ക് എൻട്രി പോകാൻ പറ്റില്ല. ഇവിടെ ബയേഴ്സിൻ്റെ റിയാക്ഷൻ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബയേഴ്സ് ഉണ്ട് എന്നുള്ള കൺഫർമേഷനിൽ നമുക്കൊരു എൻട്രി അവിടെ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ എങ്ങനെ എൻട്രി എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചുള്ള കൺഫർമേഷനാണ്. ക്യാൻഡിൽ സ്റ്റിക്ക് നമുക്ക് ബയേഴ്സിനെ കാണിക്കുന്നുണ്ടോ, ഇവിടെ ബയേഴ്സിൻ്റെ റിയാക്ഷൻ വരുന്നുണ്ടോ, ഇവിടെ ബയേഴ്സ് റിയാക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ബയേഴ്സ് അവിടെ ഇപ്പോഴും ബൈ ചെയ്യാൻ റെഡി ആകുന്ന ലൈക്ക് അങ്ങനത്തെ ഒരു ഏരിയ ആണോ എന്നുള്ളത് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ടും മറ്റുള്ള ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ടും വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. സോ ഈ ഒരു ലെവലിൽ നിന്ന് പൊതുവേ നമ്മൾ പറയുന്നത് വെച്ചാൽ ട്രേഡ് സെറ്റ് പറയുമ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ഇങ്ങനത്തെ ലെവൽസിൽ നിന്ന് നമ്മൾ പെട്ടെന്നുള്ള റിയാക്ഷൻ കണ്ടിട്ട് എന്ത് ചെയ്യരുത്, ട്രേഡ് എടുക്കരുത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ബയേഴ്സിൻ്റെ റിയാക്ഷൻ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നേരെ പോയി ട്രേഡ് എടുക്കരുത്. അവിടെ നമുക്കൊന്നും കൂടെ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതായത് ബയേഴ്സ് അവിടെ ഒരു പാസീവ് ബൈയിങ് അവിടെ വരുന്നുണ്ട്, അവിടെ ആ ഒരു ബയേഴ്സിൻ്റെ റിയാക്ഷൻ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ മനസ്സിലാക്കണം. സോ അങ്ങനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു 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 സിമ്പിൾ സെറ്റപ്പായിട്ട് നമ്മൾ പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് എന്നുള്ള കൺഫർമേഷൻ എടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ബേസ് എങ്ങനെ വരക്കാം, സോ അവിടെ ബേസ് എങ്ങനെ വരക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുമ്പം ഈ ബേസിൻ്റെ അബോവ് പോയി കഴിഞ്ഞാൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ ബേസിന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തിലോട്ട് പോകേണ്ടത്, ആക്ച്വലി എൻട്രിയിലോട്ട് പോകേണ്ടത്. അപ്പോഴാണ് ആക്ച്വലി അവിടെ ബുള്ളിഷ്നെസ് കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ഞാനൊരു ഈ ബേസിനെ ഈ ഒരു ലെവലായിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാൻഡിൽ ഈ ഒരു ബേസിൻ്റെ അബോവ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി പോകാൻ പറ്റും. ഓക്കെ, ഇവിടെ ബേസായിട്ട് വരുന്ന സമയത്ത് ഓക്കെ ഈ ഒരു ക്യാൻഡിലല്ല, ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് സിംഗിൾ ആയിട്ടുള്ള ക്യാൻഡിലുള്ള എൻട്രീസ് അല്ല നമ്മൾ പോകുന്നത്, ഒരു ബേസ് ഫോം ചെയ്ത് ആ ബേസിൻ്റെ അബോ ഉള്ള എൻട്രീസ് ആണ് പോകുന്നത്. സോ ഇതായിരിക്കണം നമ്മുടെ ബേസായിട്ട് വരേണ്ടത്. സോ ഈ ബേസിൻ്റെ അബോ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ആക്ച്വലി ഈ ഒരു ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് റിസ്ക് റിവാർഡ് കറക്റ്റ് ആവുന്നില്ല. ഇവിടെ എൻട്രി പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇത്രയും ബിഗ്ഗറാണ്, നമ്മുടെ ടാർഗറ്റ് വരുന്നത് ഈ ഒരു ലെവലിലാണ് ടാർഗറ്റ് വരുന്നത്. കാരണം ഇവിടെ എന്തുണ്ട്, CPR ഉണ്ട്, CPR റിയാക്ട് ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്ര നല്ല രീതിയിലുള്ള റിസ്ക് എടുത്തതിനനുസരിച്ചുള്ള ടാർഗറ്റ് നമുക്ക് ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതിന് പുറമെ ഇത് വലിയൊരു സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ എൻഡ് എടുക്കുന്നതിന് ചെറിയ ഇതുണ്ട്. സോ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിൻ്റെ അബോ വരുമ്പം എൻഡ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത്രയും വലിയ ക്യാൻഡിൽ ആവുന്ന സമയത്ത് നമ്മളൊരു റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും റീടെസ്റ്റ് ഇങ്ങോട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു ലെവലിലോട്ട് തന്നെ ഇവിടുന്ന് റീടെസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു ലെവലിലോട്ട് തന്നെ റീടെസ്റ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബേസ് വരച്ചിട്ടുണ്ട്. ഈ ഒരു ബേസിൻ്റെ ഈ ഒരു ലെവലിലോട്ട്, ആ ബേസിൻ്റെ അപ്പർ ബൗണ്ടറി ആയിട്ടുള്ള ഈ ഒരു ലെവലിലോട്ട് എന്ത് വന്നാൽ മതി, ടെസ്റ്റ് വന്നാൽ മതി. പ്ലസ് എന്തും കൂടെ വരണം, ബുള്ളിഷ്നെസ്സിനെ കാണിക്കുന്ന ചെറിയൊരു ഇൻഡിക്കേഷൻ കൂടെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ലോങ് പോകാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് എന്തുണ്ടായിരുന്നു, ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ എൻട്രി എടുക്കാൻ പറ്റില്ല, കാരണം ക്യാൻഡിൽ ബിഗ്ഗറാണ്. മാർക്കറ്റ് ഒന്നുകൂടെ വെയിറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്യാൻഡിലും ആണെങ്കിൽ എൻട്രി പോകാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ബുള്ളിഷ്നെസ് കാണിക്കുന്ന ഇങ്ങനത്തെ ക്യാൻഡിൽസ് എൻട്രി പോകാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഇങ്ങനത്തെ ലെവൽസിൽ ഈ ഒരു ബേസിൻ്റെ ഈ ഒരു അപ്പർ ബൗണ്ടറി വരെ വരുന്ന ഒരു വെയിറ്റ്, ആ ഒരു കൺഫർമേഷൻ വെയിറ്റ് ചെയ്താൽ മതി. സോ നമുക്ക് ഇവിടെ എൻട്രി പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലെവലിൽ എൻട്രി പോകുന്ന സമയത്ത് നമുക്കിത് ജസ്റ്റ് 25-30 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസേ വരുന്നുള്ളൂ. ഇനി ഇൻ കേസ് ഇവിടെ എൻട്രി പോയി കഴിഞ്ഞാൽ നമുക്ക് 35 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വരുന്നുള്ളൂ. അതൊരു നോർമൽ സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് നിഫ്റ്റിയിൽ. സോ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് ബുള്ളിഷ് ആയിട്ടുള്ളൊരു എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്. ഒരു ബേസ് എന്നുള്ള ഒരു കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ അതിനെ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. സോ ഇവിടെ ടാർഗറ്റ് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ പറഞ്ഞ CPRൻ്റെ ഒരു ലെവലുണ്ട്. സോ ഈ ഒരു CPRൻ്റെ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് വെക്കാൻ പറ്റും. കാരണം CPR വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിഫ്റ്റിയിൽ. സോ ഈ ഒരു CPRൻ്റെ ലെവൽ എന്തുകൊണ്ട് ടാർഗറ്റായിട്ട് വെക്കാൻ വെച്ചാൽ ഈ ഒരു ലെവലിൽ
റിയാക്ട് ചെയ്യും മാർക്കറ്റിൽ. അതേപോലെ ഈ ലെവൽ മാർക്കറ്റിൽ റിയാക്ട് ചെയ്യും, ഈ ലെവലും മാർക്കറ്റ് റിയാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ചെറിയൊരു പുൾ ബാക്കെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു റിയാക്ഷനെങ്കിലും മാർക്കറ്റ് ഇത്രയും ലെവൽസും തരുന്നുണ്ട്. സോ നമ്മൾ ഇവിടുന്ന് എൻ്റെ എടുക്കും, സ്വാഭാവികമായിട്ടും നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഈ ലെവൽ വെക്കാം, സെക്കൻഡ് ടാർഗറ്റായിട്ട് ഇത് വെക്കാം, തേർഡ് ടാർഗറ്റായിട്ട് ഇങ്ങനെ വെക്കാം. സോ നമ്മൾ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ഒരു എൻഡ് എടുക്കുന്ന സമയത്ത് ഏകദേശം ഈ ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റ് എത്തുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാൻസിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സിറ്റ് ചെയ്യാനുള്ള ട്രേഡ് പ്ലാനിലോട്ട് നമ്മൾ എത്തണം. കാരണം ഈ ലെവൽ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യും, റിയാക്ഷൻ വരും അവിടെ സെല്ലേഴ്സിൻ്റെ ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ സെല്ലേഴ്സിൻ്റെ റിയാക്ഷൻ വരും. പിന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടുന്ന് നിങ്ങൾ കംപ്ലീറ്റ് മാർക്കറ്റ് എന്ത് ചെയ്യേണ്ടത്, ഒരുപാട് സമയം ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ CPRൻ്റെ ഈ ലെവലിൽ. സോ അതിന് അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആ CPRന് ലൈക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് മാർക്കറ്റിലേക്ക്. ഈ CPRൻ്റെ ലോവർ ബൗണ്ടറി അപ്പർ ബൗണ്ടറിക്ക് എന്ത് ചെയ്യും, സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇന്ന് ഉണ്ടായിരുന്നൊരു ട്രേഡ് പ്ലാൻ ഡിസ്കസ് ചെയ്ത പോലെ ഇവിടുന്ന് ഉള്ള ഒരു ട്രേഡ് പ്ലാൻ ആയിരുന്നു. അത് ഡൈനാമിക് സോൺ എന്നുള്ള ട്രേഡ് എൻട്രി ആയിട്ടും പ്രീവിയസ് ആയിട്ട് ഡേ ലോ എന്നുള്ള ട്രേഡ് എൻട്രി ആയിട്ടാണ് വന്നത്. എന്തുകൊണ്ട് പ്രീവിയസ് ഡേ ലോന് ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രീവിയസ് ആയിട്ടുള്ള ഡേന് എന്തുണ്ടായിരുന്നു, മാർക്കറ്റിൽ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടുന്ന് എൻട്രി എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ബേസ് ഫോം ചെയ്യണം, ബേസ് ഫോം ചെയ്തിട്ട് വലിയ ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ വെയിറ്റ് ചെയ്യണം. എന്ത് ചെയ്യരുത്, ഇവിടെ വരെ ടെസ്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യണ്ട, ഇവിടെ ബേസിൻ്റെ അപ്പർ ബൗണ്ടിലോട്ട് ടെസ്റ്റ് വരാൻ വെയിറ്റ് ചെയ്താൽ മതി. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ബുള്ളിഷ് ആയിട്ടുള്ള സിഗ്നലിൽ എൻട്രി പോകാൻ പറ്റും.